ഡോക്ടർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊള്ളൂ. എന്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. ഉം. കുറെ വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് രംഗത്താണ് ഇപ്പൊ ഉള്ളത്. ആ. പ്രത്യേകിച്ച് ചൈൽഡ് ആൻഡ് ഫാമിലി കൗൺസിലിംഗില്. പക്ഷേ ഈ ഒരു രംഗത്തെ എന്റെ പ്രവേശനം തന്നെ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഇന്ന് സമൂഹത്തില് ഒട്ടുമുക്കാലും ആളുകളുടെ ഒരു അവസ്ഥ ലക്ഷ്യമില്ലാത്ത ജീവിതം അവർ തുടർന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മാതാപിതാക്കൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എങ്ങനെ ലക്ഷ്യം വരും? അപ്പൊ ഞാനൊന്ന് ചോദിച്ചിട്ടോട്ടെ, ഡോക്ടർ ഇപ്പൊ നാട്ടില് ഈ രംഗത്ത് എത്ര നാളായി സജീവമാണ്? ബെഹ്റിനിലായെന്ന് പറഞ്ഞിരുന്നല്ലോ. അല്ല, ഞാൻ പല വിദേശ രാജ്യത്തുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്ന ആളാണ്. അങ്ങനെയാണ്. പിന്നെ ഇപ്പം തുടർച്ചയായിട്ട് ഒരു 4 വർഷം ആവുന്നു നാട്ടിൽ തന്നെ. അതെ അതെ. അപ്പൊ യഥാർത്ഥത്തില് എന്തായിരിക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റിയത്? അതോ മറ്റേ കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണോ, സാമൂഹികമായ പ്രശ്നങ്ങളോ? എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിക്കൊണ്ട്? അല്ല, ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ ഒരൊറ്റ കുറവേ ഉള്ളൂ. അവർക്ക് ജീവിക്കേണ്ടത് എന്തിനാണെന്ന് അറിയില്ല. എന്താണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട മാതാപിതാക്കളോ അവരുടെ ഗുരുനാഥന്മാരോ അവർക്ക് ചുറ്റുമുള്ള സമൂഹമോ അതിന് തയ്യാറല്ല. ആരും അത് കാണിക്കുന്നില്ല. ഞാനത് പറയട്ടെ, യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് ഇപ്പോഴല്ല പ്രചാരത്തിൽ വന്നതല്ല. പിന്നെ ഇപ്പൊ സിന്തറ്റിക് മെഡിസിൻ, അതായത് കൃത്രിമമായി ഉണ്ടാക്കുന്ന മയക്കുമരുന്ന്. നേരത്തെ തന്നെ മയക്കുമരുന്ന് ധാരാളം സുലഭമാണ്, പല രീതിയിൽ സുലഭമാണ്. ഇപ്പൊ മദ്യം തന്നെ, ഇപ്പൊ പുതിയ തലമുറ മദ്യത്തോട് വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല, എല്ലാ ലഹരിയോടാണ്. അപ്പൊ ഇത് എങ്ങനെ ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും? അല്ല, ഇത് യഥാർത്ഥത്തില് ലഹരിയെ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ലഹരി മാനുഷിക സ്വഭാവമാണ്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ഒരു ലഹരിയിൽ നിന്ന് മറ്റൊരു ലഹരിയിലേക്ക് ആക്കുക, ഉപദ്രവകരമായ ലഹരിയിൽ നിന്ന് നിരുപദ്രവകരമായ ഒരു ലഹരിയിലേക്ക് അവരെ എത്തിക്കുക. അതാണ് ഏറ്റവും വേണ്ട കാര്യം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു നിരുപദ്രവകരമായ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാവണം. കാരണം ഒരു മനുഷ്യൻ നാച്ചുറലായി പ്രകൃതിപരമായ രീതിയിൽ ഏതെങ്കിലും ഒരു ലഹരിയിലേക്ക്, ലഹരി എന്നതിന്റെ അർത്ഥം തന്നെ യൂട്യൂബിൽ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതായത് സ്ഥിരമായി നമ്മുടെ തലച്ചോറിലേക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തെ ആവർത്തിച്ചു വരികയും അതിലേക്ക് നമ്മൾ വീണ്ടും അടിമപ്പെട്ട് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത ജീവിതത്തിൽ മാറാത്ത ഒരു സ്വഭാവത്തെ ലഹരി എന്ന് പറയും. ആ ലഹരിയായി നമ്മള് പ്രകൃതിപരമായ കാര്യങ്ങളിലേക്ക് തിരിക്കുകയാണ് ഇനി ഒറ്റ വഴിയുള്ളൂ. വേറെ ഒരു വഴിയില്ല. ലഹരി മനുഷ്യന്റെ സ്വഭാവമാണ്, അത് മാറൂല. പക്ഷെ അതിനെ ദോഷമല്ലാത്ത ലഹരിയിലേക്ക് എത്തിക്കണം. അല്ല, ഇപ്പോഴത്തെ പറഞ്ഞാൽ ഇപ്പൊ കേരളത്തില് ഇപ്പൊ ഞാൻ പറയാം, മദ്യം വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്, ധാരാളം സുലഭമായി ലഭിക്കുന്നു. മദ്യം പണ്ട് പോലെ ലഭ്യമായിരുന്നു. മാത്രമല്ല, പഴയ കാലത്ത് മദ്യമൊക്കെ വളരെ ചെറിയ അളവിൽ എല്ലാവരും കഴിക്കുമായിരുന്നു. ഇപ്പൊ അളവ് കൂടി. മാത്രമല്ല, കുടുംബത്തില് മാതാപിതാക്കൾ തന്നെ ലഹരി ഉപയോഗിക്കുന്നു, വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്നു. പിന്നെ മക്കളെ കുറിച്ച് യാതൊരു ആകുലതകളും ചിന്തകളോ ഒന്നുമില്ല. മക്കളെ വഴിക്ക്, മാതാപിതാക്കളെ വഴി. ഇതൊക്കെ ഒരു അനുകൂല സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് എന്താ ഡോക്ടർ പറയാനുള്ളത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് വന്നതല്ല, ആർക്കും വഴി എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്നതാണ് കാര്യം. കാരണം എല്ലാവരും ചിന്തകൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആർക്കും പറയണ്ടല്ലോ. ഈ പണത്തിന്റെ ലഹരി മാതാപിതാക്കൾക്ക് കണ്ടമാനം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? അവര് അവരുടെ കുഞ്ഞുങ്ങളെ പരിഗണിക്കാതെ, കുഞ്ഞുങ്ങളുടെ മാനസിക ചിന്തകളെ പരിഗണിക്കാതെ അവരവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുത്തത് വേറൊരു ലക്ഷ്യത്തിലേക്ക് ആയിപ്പോയി. ഈ ലക്ഷ്യത്തിലേക്ക് പോയപ്പോ അവര് മാർഗത്തെ നോക്കുന്നേയില്ല. അങ്ങനെ വന്നപ്പോ അക്രമങ്ങളും തെറ്റുകളും ഇതൊക്കെ എളുപ്പമായി എല്ലാവർക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെയെല്ലാം തടയുന്ന ഒരു വലിയ കാര്യം ആത്മീയതയായിരുന്നു. കാരണം ആത്മീയതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് രാത്രിയിൽ സന്ധ്യാസമയത്ത് മന്ത്രജപങ്ങൾ കേൾക്കാമായിരുന്നു. മുസ്ലിമീങ്ങളുടെ കുട്ടികളൊക്കെ പള്ളിയിൽ പോകുന്നതായിട്ട് കാണാമായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ രാത്രിയിൽ കൂട്ടപ്രാർത്ഥനകൾ നടത്തുന്ന പതിവുണ്ടായിരുന്നു. ഇങ്ങനെ ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥനയെ ഒരു പ്രവൃത്തിയായി, ജീവിതത്തിലെ നിർബന്ധ പ്രവൃത്തിയായി, ആഹാരം പോലെ വസ്ത്രം പോലെ നിർബന്ധമായും കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം കുറവുകൾ ഉണ്ടായിരുന്നു. അല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ വിരൽത്തുമ്പിലാണ് ലോകം. ഇന്റർനെറ്റിന്റെ വളർച്ച എന്ന് പറയുന്നത്
നല്ല അറിവും ചീത്ത അറിവും ധാരാളം ലഭ്യമുണ്ട്. അപ്പൊ ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ ഈ ആത്മീയതയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമ്മളെ കല്ലെറിയുകയും ചെയ്യത്തില്ലേ? ഇത് സംഗതി എന്താണെന്നറിയോ, ആധുനികതയും പൗരാണികതയും അല്ലെങ്കിൽ പഴയ കാലവും പുതിയ കാലവും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെന്നുള്ളതാണ് യഥാർത്ഥം. ഏത് കാര്യത്തിൽ മനുഷ്യന്റെ ചിന്തകളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അന്നും മനുഷ്യൻ ആർത്തിയുള്ളവനായിരുന്നു, ഇന്നും മനുഷ്യൻ ആർത്തിയുള്ളവനായിരുന്നു. അന്നും മനുഷ്യൻ ലഹരിക്കടിമയായിരുന്നു, ഇന്നും ലഹരിക്കടിമയായിരുന്നു. പക്ഷെ ലഹരികളെല്ലാം അവൻ മനസ്സിന്റെ നിയന്ത്രണത്തിൽ ഒരു ആത്മീയതയുടെ ടച്ചോടുകൂടി, അതിന്റെ കണക്ഷനോടുകൂടി, അതിന്റെ ബേസിക്കിലാണ് അവൻ രൂപപ്പെടുത്തിയെടുത്തത്. ഇന്നത്തെ മനുഷ്യൻ എന്താണ്? നോട്ട്സിന്റെ പിന്നാലെയാണ്, തോട്ട്സിന്റെ പിന്നാലെ അല്ല. തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ചിന്തകളാണ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കുള്ള കുറെ സ്വഭാവങ്ങളാണ്. അപ്പൊ അതെല്ലാവർക്കും ഉണ്ട്, അതിലൊരു മാറ്റമില്ല. പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. പണ്ടത്തെ മനുഷ്യരും അതുപോലെ തന്നെയുള്ളവരായിരുന്നു. മദ്യപിക്കുന്ന മനുഷ്യര് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ മയക്കുമരുന്നിന്റെ ഒരു വരവ് വന്നത് മദ്യം കൊണ്ടുള്ള ഒരു ലഹരിയിൽ അവർക്ക് പൂർത്തീകരണം വരുന്നില്ല, തൃപ്തി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് അവർക്ക് മറികടന്നാണ് ഈ ഒരു വഴി അവർ തെരഞ്ഞെടുത്തത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ വഴി അവർ തെരഞ്ഞെടുക്കാൻ കാരണം മദ്യത്തിന്റെ ലഹരി കുറവായതല്ല, മറിച്ച് അവരുടെ മനസ്സിനകത്തുള്ള ബലം കുറഞ്ഞു. എന്താ വെച്ചാൽ നന്മയും തിന്മയും ഭയങ്കരമായി കുറവായി. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർ അധികവും സൂയിസൈഡ് മെന്റാലിറ്റി ഉള്ളവരാണ്. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ആഗ്രഹം സാധിച്ചില്ല, ഇനി ഞാൻ മരിച്ചേക്കാം, എന്റെ ജീവിതം നിസ്സാരമാണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചു, ആ കുട്ടിയെ എനിക്ക് കിട്ടിയില്ല, അവളെ അങ്ങ് കൊന്നേക്കാം. കൊലപാതകമോ മരണമോ ആത്മഹത്യയോ ഒന്നും ആർക്കും ഒരു ഗൗരവമല്ല. ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടാലും വീഡിയോ എടുക്കാനുള്ള മനസ്സുള്ളവരാണ് ഇപ്പൊ അതിന് ചുറ്റുപാട് നിന്ന് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ വളരെ സങ്കടകരമാണ്. അതായത് ഒരാള് ആക്സിഡന്റ് ആയിട്ട് വഴി കിടക്കുന്നു, അയാള് ജീവന് വേണ്ടി അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് ചുറ്റുപാട് 16-17 പേര് നിന്ന് മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് അവരവരുടെ ചാനലുകളിൽ അത് പോസ്റ്റ് ചെയ്യാണ്. ഞാൻ ആദ്യം വരാൻ വേണ്ടിയിട്ട് ഞാൻ മത്സരിക്കുന്നു. എന്റെ ഇതിൽ ഏറ്റവും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ എന്താ പറയാ വേദനിപ്പിക്കാൻ, ടച്ചിങ് ആക്കാൻ പറ്റുന്ന സീൻ എനിക്ക് വരണം. എന്നിട്ട് അവർ സൂം ചെയ്യാണ് അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ ശരീരഭാഗത്തിലേക്ക്. ഇത്ര കരുണയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിച്ചത് ആത്മീയതയുടെ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലാണ് ഇത്രത്തോളം ദുർബല മനസ്സും പിന്നെ ആത്മഹത്യാ പ്രവണത, കൊലപാതകം. ഞാൻ ഡോക്ടർ പറഞ്ഞ കണക്ക് തന്നെ ഒരാളെ ഒരു പെൺകുട്ടി ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവളെ കൊല്ലുക, തീ കൊളുത്തി കൊല്ലുക. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് കേരളത്തിലാണ്. ഇപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ കൊച്ചുകുട്ടികൾ വരെ ഒരു വല്ലാത്ത വളരെ പ്രായമുള്ള ഒരാളടക്ക് ആണ് പെരുമാറുന്നതും. എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നിനോട് ഒരു പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഒന്നുമില്ല. അപ്പം ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമുക്ക് പിന്നെ പഴയ തലമുറയെ നമ്മളെ വിട്ടുകളാ. ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞപ്പോ എനിക്ക് 53 വയസ്സുണ്ട്, 50 കിട്ടില്ല. എപ്പോഴും പറയുന്നത് പുതുതലമുറയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം എന്ന് പറയുന്ന പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയാണ് ഞാൻ നശിച്ചു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ധാരാളം സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അവരുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഒക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷെ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ, അത് പത്രമാധ്യമങ്ങളിലൂടെ ആയാലും ചാനലിലൂടെ ആയാലും വരുന്ന വാർത്തകൾ ഭീതി ജനിപ്പിക്കുന്നതാണ്. കാര്യം നമ്മൾ എല്ലായിടത്തും നമ്മളെ ഇന്ന സ്പോട്ടെന്ന് പറയണ്ട, ഇന്ന ജാതി എന്ന് പറയണ്ട, ഇന്ന മതം എന്ന് പറയണ്ട, എല്ലാ മേഖലകളും. ഇപ്പൊ ഞാൻ താമസിക്കുന്ന നാട്ടിൽ നിന്ന് ഒരാളെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, പോലീസുകാർ പിടിച്ചത്. അത് തെളിവോടും എവിഡൻസോടുകൂടി പിടിച്ച വാർത്തകൾ. അപ്പൊ ഇത് പോലീസ് സംവിധാനം കൊണ്ടോ അല്ലെങ്കിൽ കോടതി കൊണ്ടോ മാത്രം ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെ ചെറുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇതിന്റെ ഞാൻ ഈ ആളുകളുടെ ഒക്കെ പ്രോഗ്രാംസ് കാണാറുള്ള, ഈ ഇതിന് മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഈ ആളുകൾ ആരും ആത്മീയത പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. കാരണം ഞാൻ ഈ ആത്മീയത പറയുമ്പോ എല്ലാരും പറയും അത് എന്റെ വേഷവും എന്റെ രീതിയും കൊണ്ട് പറയുന്ന. ഒരിക്കലുമല്ല. ആത്മീയത എന്ന് പറയുന്നത് ഒരു ആത്മീയ ബലമാണ്. അതൊരു തരം ബലമാണ്. കാരണം മനുഷ്യന് പലതരത്തിലുള്ള ബലമുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്, സോഷ്യൽ സ്ട്രെങ്ത് ഉണ്ട്. ഇതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയ സ്പിരിച്വൽ സ്ട്രെങ്ത് ആരും പറയുന്നേ ഇല്ല. അതിനെക്കുറിച്ച് ഡിസ്കഷൻസും ഇല്ല. ഈവൻ പള്ളികളിൽ പോലും ആ ചർച്ചയില്ല, അമ്പലങ്ങളിലും ആ ചർച്ചയില്ല. ശരിക്കും ഇത് ചർച്ചയാവേണ്ടതാണ്. അല്ല അതെനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസിന്റെ ലോകത്താണല്ലോ നമ്മൾ ചോദിക്കുന്നത്. തെളിവ്. ഇപ്പൊ അച്ഛനും അമ്മയും
പോലും അവരെ പോലും സംശയിച്ച് DNA നടത്തുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ അതെ അതെ അവരെ എന്റെ അച്ഛനല്ല അത് എന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റ് നടത്തിയാൽ തെളിയിക്കാൻ പറ്റും. അതെ അപ്പൊ ഈ എവിഡൻസിന്റെ ബലത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്പിരിച്വൽ സ്ട്രെങ്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് സമൂഹം ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ അത് അത്തരം സ്ട്രെങ്ത് കാത്തു സൂക്ഷിക്കുന്നവരോ അല്ലെ അത്തരം സ്ട്രെങ്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സൈലന്റ് ആയിട്ട് ജീവിക്കുകയാണ് സമൂഹത്തിൽ. അവർ വെൽ പ്രൊട്ടക്റ്റഡ്. അതെ അതെ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് നേച്ചർ പ്രകൃതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവർ നിർഭയമായി ജീവിക്കുന്നത്. അത് തന്നെയല്ല, ദേ ആർ എൻജോയിങ് ദ ലൈഫ്. അതെ അതെ അവരാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു ശരിയാ, മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഫാക്ടിനൊരു വിരുദ്ധമല്ല. അല്ല ഫാക്ട് ഈസ് ഫാക്ട്. അതെ അത് തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ നമ്മൾ നീങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻസ് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ ഒരു കാര്യം ഒരു കളവാണെങ്കിൽ ഒരു 1000 തവണ ആവർത്തിച്ച് പറഞ്ഞ് അതിനെ സത്യമാക്കുന്ന ലോകമാണിത്. അതെ 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 ഈ സമയത്ത് ഒരു സത്യമായ കാര്യത്തിന് എന്തുകൊണ്ട് നമ്മൾ പറയാൻ മടിക്കുന്നു? അതെ അതെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് പറയാതിരിക്കുന്നതിന് ഒരു കാരണമല്ല. അല്ല പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം ഒരു പാറയുടെ മേലെ ഒരു ഡ്രോപ്പ് വെള്ളം സ്ഥിരമായി ഒരേ സ്ഥലത്ത് പലതവണ പെയ്തുകൊണ്ടേ ഇരുന്നാൽ അല്ലെ വീഴിച്ചുകൊണ്ടേ ഇരുന്നാൽ ആ പാറ പൊട്ടും. എത്ര കഠിനമാണ്. ഇതേപോലെ മനുഷ്യ ഹൃദയം അത്രയും കഠിനമൊന്നുമല്ല.